മാർത്തോമാ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന പഴഞ്ഞി മാർത്തോമാ ഇമ്മാനുവൽ ഇടവക പ്രവർത്തന സരണിയിൽ 114 വർഷം പിന്നിടുന്നു. 1996-97 സാമ്പത്തിക വർഷം ഇടവകയുടെ ശതാബ്ദി വർഷമായി അർത്ഥവത്തായി കൊണ്ടാടുവാൻ ദൈവം കൃപ ചെയ്തു. വളരെ ചെറിയ തുടക്കത്തിൽ നിന്നാരംഭിച്ച ഇടവക ഇന്ന് 350 ഭവനങ്ങളുള്ള കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ ഇടവകയായി നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. 14 വർഷം മുമ്പ് നടന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ വിവിധ രംഗങ്ങൾ ഈ CD-യിലൂടെ ദർശിക്കുമ്പോൾ തീർത്തും ചരിത്രത്തിൻ്റെ ഒരു പുനർവായന ഇവിടെ സാധ്യമായി തീരുകയാണ്. ഈ ചരിത്രത്തിൻ്റെ പുനർവായന ഇടവകയെ ദൗത്യ മേഖലയിലേക്ക് തുടർന്നും നയിക്കേണ്ടത് ആവശ്യം ആകുന്നു. ശതാബ്ദി ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് അനുഗ്രഹിച്ച അഭിവന്യരായ തിരുമേനിമാർ, വൈദിക ശ്രേഷ്ഠർ, സാമൂഹിക സാംസ്കാരിക മത നേതാക്കൾ, സഭയിലെ ആത്മായ പ്രതിനിധികൾ എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. 1996-97 വർഷം ഇടവകയെ ധന്യമായി നയിച്ച വികാരി ബഹുമാനമുള്ള സാബു കോശി അച്ഛൻ കഠിന അധ്വാനത്തിൻ്റെയും സംഘാടക പാടവത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ശതാബ്ദി പരിപാടികൾ ധന്യമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഇത്തരുണത്തിൽ അച്ഛനെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇപ്പോൾ ഈ CD പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാർത്തോമാ ഇമ്മാനുവൽ യുവജന സഖ്യമാണ്. യുവജന സുഹൃത്തുക്കളുടെ ഈ വർഷത്തെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ഇത്. യുവജനങ്ങളുടെ ഉന്മേഷവും ദൈവത്തോടുള്ളതായ അവരുടെ സമർപ്പണവും വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ സാധ്യമായി തീരുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച സഖ്യാംഗങ്ങളെ ഏറെ അഭിനന്ദിക്കുന്നു. അഭിവന്യ ഭദ്രാസന എപ്പിസ്കോപ്പ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലിസ്നോസ് തിരുമേനിയുടെ ഇടവക സന്ദർശനത്തോട് അനുബന്ധിച്ചാണ് ഈ CD-യുടെ പ്രകാശനം നടത്തുന്നത്. 19 കുട്ടികളുടെ ആദ്യ കുർബാന ശുശ്രൂഷയും അഭിവന്യ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുകയുണ്ടായി. ആദ്യ കുർബാനയിൽ പങ്കെടുത്ത 19 കുട്ടികളും അർത്ഥവത്തായ സാക്ഷ്യ നിർവഹണത്തിൽ തുടർന്നും പങ്കുചേരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അവർക്കായി ഈ CD സമർപ്പിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം ജോജി തോമസ് അച്ഛൻ. കരുണാദ്ര
പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവേൽ ഇടവക 1997 അതിൻ്റെ 100 വർഷം പൂർത്തിയാക്കുന്ന ധന്യ മുഹൂർത്തമാണ്. 1897 18 ആളുകൾ ചേർന്ന് ആരംഭിച്ചതായിട്ടുള്ള ഒരു ഇടവകയത്ര ഇത്. സുവിശേഷ വേലയോടുള്ള താല്പര്യവും മിഷണറിമാരുടെ പ്രവർത്തനത്താൽ ലഭിച്ച നവീകരണ ആശയങ്ങളും കൂടിച്ചേർന്ന് ലഭിച്ച ദർശനങ്ങൾ 18 ആളുകളെ കൂടുതൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാനായിട്ട് പ്രേരിപ്പിച്ചു. പഴഞ്ഞി പഴയ പള്ളിയിൽ കൂടി നടന്ന ഇവർ അവിടുത്തെ വടക്കേ പടിപ്പുരയിൽ പ്രാർത്ഥനയ്ക്കും വേദപുസ്തക പഠനത്തിനുമായി കൂടി വരികയും അതിനുശേഷം അവരെ എല്ലാവരെയും ആ പള്ളിയിൽ നിന്ന് വിടർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഈ മാർത്തോമ ഇടവകയുടെ ആരംഭം ഉണ്ടായത്. ഈ ഇടവക ആരംഭിച്ചിട്ട് 100 വർഷം പൂർത്തിയാക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇടവകയെ നയിച്ച ധാരാളം വൈദികരും അൽമായ നേതാക്കളും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച 100 കണക്കിന് ആളുകളെയും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ദൈവത്തിൻ്റെ കൃപയെയും ഈ ഇടവക ഈ സമയത്ത് നന്ദിയോടുകൂടെ സ്മരിക്കുകയത്രേ. 100 വർഷക്കാലം ഈ പ്രദേശത്ത് ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു ചെറിയ കൂട്ടമായി പ്രവർത്തിപ്പാൻ അനേക വൈദികരുടെയും അൽമായ നേതാക്കളുടെയും പരിലാളനയിൽ കൂടി ദേശത്തെ സാക്ഷ്യം വഹിച്ച് ജീവിപ്പാൻ ദൈവം ഈ ഇടവകയെ സഹായിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ആരംഭം 1996 ജനുവരി 14 മുതൽ 21 വരെ നടത്തിയ പ്രാർത്ഥനാ വാരത്തോടുകൂടിയത്രേ. ഇടവകയിലും വീടുകളിലും ശതാബ്ദിക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഒരാഴ്ചക്കാലം നടത്തി ഇടവക അതിൻ്റെ ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിൻ്റെ ശേഷം ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സുവിശേഷ മഹായോഗം തെന്നിന്ത്യ കെസ്വിക് ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ 96 മാർച്ച് 27 മുതൽ 31 വരെ പള്ളി അങ്കണത്തിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ വെച്ച് നടത്തപ്പെട്ടു. ഡോക്ടർ ജോർജ് സാമുവേൽ, ശ്രീ KT എബ്രഹാം, വയലത്തിൽ എവറാച്ചൻ, തലവടി തമ്പാൻ തുടങ്ങിയ പ്രഗത്ഭ വ്യക്തികൾ ഈ സുവിശേഷ മഹായോഗത്തിന് നേതൃത്വം നൽകി. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 1996 മെയ് മാസം 5-ാം തീയതി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി വിശിഷ്ടമായ ഒരു സദസ്സിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് നിർവഹിച്ചു. ഡോക്ടർ മാർ അപ്രൈം മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്ത സമ്മേളനവും ശതാബ്ദി ആഘോഷങ്ങളിലും 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം ജോസഫ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ പൗലോസ് മാർ മെലിത്യോസ് മെത്രാപ്പോലീത്ത, യുഹാനോൻ മാർ മെലിത്യോസ് മെത്രാപ്പോലീത്ത, പാലക്കാട് സബ് കളക്ടറായിരുന്ന ശ്രീമതി ഉഷായ് ടൈറ്റസ് IAS, സെൻറ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആൻ്റണി പുറത്തൂർ, ശ്രീ KM ജേക്കബ്, അഷ്റഫ് കോക്കോ, റവറൻ ജോൺ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി നിർവഹിച്ചു. സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള മദ്യം മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനത്തിന് ഇടവക നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഒരു ലഹരി വിമുക്ത കേന്ദ്രം ഇവിടെ പണിയുവാനായിട്ട് നിശ്ചയിക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ശതാബ്ദിയുടെ സ്മരണയ്ക്കായി മെത്രാപ്പോലീത്ത തിരുമേനി ഒരു വൃക്ഷം നട്ടുകൊണ്ട് ഈ ശതാബ്ദിയുടെ സ്മരണ നിലനിർത്തുന്നതായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. പൊതുസമ്മേളനം ഏറ്റവും അനുഗ്രഹകരവും ഏറ്റവും സന്തോഷകരവും അതോടൊപ്പം തന്നെ പങ്കുകൂടി എല്ലാവർക്കും നന്മയ്ക്കായിട്ടും അത് ഭവിക്കുകയും ചെയ്തു. ശതാബ്ദി ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് ഒരു ക്രിസ്തീയ ഗാനമേളയും ഇവിടെ നടത്തപ്പെട്ടു. ശതാബ്ദി ആഘോഷങ്ങൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള പരിപാടിയായിട്ടാണ് 101 അംഗ ശതാബ്ദി കമ്മിറ്റി ക്രമീകരിച്ചത്. ഇടവയിലെ എല്ലാ ഭവനങ്ങളും എല്ലാ വ്യക്തികളും ഒത്തുചേർന്നുകൊണ്ട് വിവിധ സബ് കമ്മിറ്റികളുടെ ചുമതലകളിൽ പല പ്രവർത്തനങ്ങൾ ശതാബ്ദി പ്രോജക്റ്റുകളായിട്ട് ഇവിടെ ആരംഭിച്ചു. ഒക്ടോബർ 18 മുതൽ 21 വരെ ഒരു ലഹരി വിമുക്ത ക്യാമ്പ് നടത്തുകയും ഇവിടെ ആരംഭിക്കുന്ന ലഹരി വിമുക്ത പ്രവർത്തനത്തിന് കുറച്ചാളുകളെ സജ്ജമാക്കുവാൻ വേണ്ടി 18 പേര് പങ്കെടുത്ത ക്യാമ്പ് വളരെ അനുഗ്രഹകരമായി തീർന്നു. ലഹരി വിമുക്ത പ്രവർത്തനത്തിൽ വോളണ്ടിയേഴ്സായിട്ട് സഹായിക്കുന്നതിന് ഈ 18 ആളുകൾ
ഈ ഇടവകയുടെയും സെൻറ്ററിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. 1996 ഡിസംബർ മാസം 27-ാം തീയതി ശതാബ്ദി ട്രോഫിക്ക് വേണ്ടിയുള്ള ക്രിസ്മസ് ഗാന മത്സരം പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഏഞ്ചൽസ് കളക്ഷൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ശതാബ്ദി ട്രോഫിയും ചാർലി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം നടത്തുകയും കുന്നംകുളം CSI ഇടവക ഗായക സംഘം ട്രോഫി കരസ്ഥമാക്കി 2ാം സ്ഥാനം കുന്നംകുളം മാർത്തോമ ഇടവക ഗായക സംഘം കരസ്ഥമാക്കുകയും ചെയ്തു. 1997 ജനുവരി മാസം 11, 12 തീയതികളിൽ ശതാബ്ദി യുവജന സമ്മേളനം പള്ളിയിൽ വളരെ ക്രമീകൃതമായിട്ടുള്ള രീതിയിൽ നടത്തപ്പെട്ടു. ശതാബ്ദി യുവജന സമ്മേളനത്തിൽ തൊഴിയൂർ സഭയുടെ മേലധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിക്കുകയും മലബാർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അലക്സാണ്ടർ കാരയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് എപ്പിസ്കോപ്പ തിരുമേനി മുഖ്യ പ്രഭാഷണം നടത്തി. പ്രൊഫസർ AVET ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 200-ലധികം യുവജനങ്ങൾ 2 ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിയിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും ഈ സമ്മേളനം ഏവർക്കും അനുഗ്രഹകരമായിട്ട് ഭവിക്കുകയും ചെയ്തു. ശതാബ്ദി സമാപന സമ്മേളനം 1997 ഏപ്രിൽ 9 മുതലുള്ള തീയതികളിൽ പള്ളി അങ്കണത്തിൽ തയ്യാറാക്കിയ പന്തലിൽ വെച്ച് നടത്തപ്പെട്ടു. ഏപ്രിൽ 9 മുതൽ 12 വരെ സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ധാരാളം ആളുകൾ ഭയഭക്തിപൂർവ്വം ഈ സുവിശേഷ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഉണർവും ഉത്തേജനവും പ്രാപിക്കുകയും ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. ശ്രീമാൻ ബാബു പുല്ലാട് ആദ്യത്തെ 3 ദിവസം സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിച്ചു. ശനിയാഴ്ച വൈകിട്ടത്തെ യോഗത്തിൽ അഭിവന്യ സപ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി വചന ശുശ്രൂഷ നടത്തുകയും ഡോക്ടർ ജോസഫ് മാർ ഐറേനിയസ് എപ്പിസ്കോപ്പ മീറ്റിങ്ങിലെ സന്നിഹിതനായിരിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിലെ സുവിശേഷ യോഗങ്ങൾ ഇടവകയ്ക്കും ശ്രോതാക്കളായിട്ടുള്ള ഏവർക്കും അനുഗ്രഹത്തിനും പുതുക്കത്തിനുമായി ഭവിച്ചു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. ഞായറാഴ്ച 13-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക് സപ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലും ഡോക്ടർ ജോസഫ് മാർ ഐറേനിയസ് എപ്പിസ്കോപ്പയുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന ശുശ്രൂഷ പള്ളിയിൽ നടന്നു. വിശുദ്ധ കുർബാന മധ്യേ ഡോക്ടർ ജോസഫ് മാർ ഐറേനിയസ് എപ്പിസ്കോപ്പ തിരുമേനി വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. സഭയുടെ പ്രധാനപ്പെട്ട വ്യക്തികളും മുൻ വികാരിമാരും അതുപോലൊപ്പം തന്നെ കുന്നംകുളവും പരിസര പ്രദേശങ്ങളിലുള്ള ധാരാളം ആളുകൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വർണ്ണശബളമായിട്ടുള്ള ശതാബ്ദി റാലി അങ്ങാടി ചുറ്റി പോവുകയും ആ ശതാബ്ദി റാലി പങ്കെടുത്ത ധാരാളം ആളുകൾക്കും കാഴ്ചക്കാരായിരുന്ന ഏവർക്കും അത് സന്തോഷകരമായിരുന്നു. മെത്രാപ്പോലീത്ത തിരുമേനിയും മറ്റ് തിരുമേനിമാരും ഈ റാലിയിൽ പങ്കെടുക്കുകയും റാലിയെ പ്രാർത്ഥിച്ച് ആശീർവദിക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും കൂടെ പങ്കെടുത്ത സ്നേഹസദ്യ 1500 പേർക്ക് ഉള്ള ഭക്ഷണം ഒരുമിച്ച് ക്രമീകരിക്കുകയും ആ ഭക്ഷണത്തിൽ പങ്കെടുക്കുകയും ഏവരും കൂട്ടായ്മയും സന്തോഷവും അനുഭവിക്കുകയും ചെയ്തു. ലഹരി വിമുക്ത കേന്ദ്രത്തിൻ്റെ കൂദാശാകർമ്മം സപ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ജോസഫ് മാർ ഐറേനിയസ് എപ്പിസ്കോപ്പ തിരുമേനി നിർവഹിച്ചു. ഇടവക സമൂഹത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയായിട്ടുള്ള മദ്യമയക്കുമരുന്നിനെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവം തമ്പുരാൻ ആശീർവദിക്കട്ടെ എന്ന ബഹുമാനപ്പെട്ട തിരുമേനിമാർ ആശീർവദിക്കുകയും ചെയ്തു. അതിനുശേഷം 2:30 പൊതുസമ്മേളനം സമ്മേളന വേദിയിൽ ക്രമീകരിക്കുകയുണ്ടായി. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് എപ്പിസ്കോപ്പ തിരുമേനി സമ്മേളനത്തിലെ അധ്യക്ഷം വഹിച്ചു. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം സപ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി നിർവഹിച്ചു. ഇടവകയുടെ ചുമതലകളും ഒരിടവക ദേശത്തായിരിക്കുന്നതിൻ്റെ ആവശ്യകതയും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വളരെ സരസമായ രീതിയിൽ ഊന്നിപ്പറയുകയുണ്ടായി. ഇടവക ആരംഭിക്കുന്ന ലഹരി വിമുക്ത പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി നിർവഹിക്കുകയുണ്ടായി. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ ബോധവൽക്കരണവും നിയമ നടപടികളും വളരെ ആവശ്യമായിരിക്കുന്നുവെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. അതിനുശേഷം ഇടവക നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ താക്കോൽദാനം തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ കുണ്ടുകുളം തിരുമേനി നിർവഹിച്ചു. 4 ഭവനങ്ങളുടെ താക്കോൽദാനം സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം അത് ഭവനരഹിതരായിട്ടുള്ള 4 പേർക്ക് നൽകി അത് നിർവഹിച്ചു. ഇടവക പുറത്തിറക്കുന്ന 100 വർഷത്തെ ചരിത്രമടങ്ങുന്ന ശതാബ്ദി സ്മരണിക
അതിൻ്റെ പ്രകാശനം തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ഐറേനിയസ് എപ്പിസ്കോപ്പ തിരുമേനി ഡോക്ടർ മാർ അപ്രയം മെത്രാപ്പോലിത്തായ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. അത് ഇടവകയുടെ 100 വർഷത്തെ ചരിത്രവും ഈ കാലങ്ങളിൽ ഇടവകയ്ക്ക് ലഭിച്ച ദൈവകൃപയും ഒരുമിച്ച് ഓർക്കുന്നതായിട്ടുള്ള ഈ ഗ്രന്ഥം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്ന് എപ്പിസ്കോപ്പ തിരുമേനി ഇത് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഡോക്ടർ മാർ അപ്രയം മെത്രാപ്പോലിത്ത തിരുമേനി അതോടൊപ്പം തന്നെ ട്രസ്റ്റി കെ വർഗീസ് സാർ, വടക്കാഞ്ചേരി MLA അഡ്വക്കേറ്റ് വി ബൽറാം, KS നാരായണ നമ്പൂതിരി ex-MLA, റവറൻ PT കോശി, റവറൻഡ് K എബ്രഹാം, മിസ്റ്റർ KM ജേക്കബ്, ശ്രീ ബേബി മാത്യു, കാട്ടാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുമ ജോബ് ഇവരെ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. ഇടവികാരി റവറൻ സാബു കോശി സ്വാഗതവും. സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇടവക സെക്രട്ടറി ശ്രീ CI മാത്യൂസ് നന്ദിയും രേഖപ്പെടുത്തി. ഇടവക ഗായ സംഘം ഗാനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമ്മേളനത്തിൽ ധാരാളം ആളുകൾ ജാതി മത വ്യത്യാസം കൂടാതെ പങ്കെടുക്കുകയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും ചെയ്തു. സമ്മേളനത്തിന് ശേഷം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയത്തുള്ള ബിനോയ് ചാക്കോ നയിക്കുന്ന കോട്ടയം സെലഷ്യൽ ഗ്രൂപ്പിൻ്റെ ക്രിസ്തീയ ഗാനമേളയും നടത്തപ്പെട്ടു. ഗാനമേളയിൽ ദൈവത്തിൻ്റെ സന്ദേശം ആളുകളിലേക്ക് പകരപ്പെടുന്നതിന് അത് മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. 100 വർഷക്കാലം ഈ ഇടവകയെ പരിപാലിച്ച ദൈവത്തിൻ്റെ കരുണ എത്ര വലുത്! ഈ ശതാബ്ദി സമാപന മീറ്റിങ്ങുകളിൽ ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 2ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഇടവക കൂടുതൽ അർപ്പണത്തോടും ദൈവാശ്രയത്തോടും കൂടെ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഇതിന് നടുവിൽ ഒരു വ്യക്തിയെ അങ്ങേ തൊട്ടൊഴിഞ്ഞ് യോജിക്കാൻ അങ്ങ് ഇത്രമാത്രം ഭോഷനാണോ? നോ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി എന്നെ തൊട്ടിരിക്കുന്നു. രാത്രി 12 കീഴിൽ വിശ്വാസ കരം നീട്ടി ഇത് നെടുകയും കുറുകയും ഉലാവുന്ന യേശു കർത്താവിന് ആരോടും അവർ ശക്തി വെളിപ്പെടാൻ പോകുക. തമ്പുരാനെ കൊഞ്ഞനം കുത്തി കാണിക്കും. ഒരു നോക്കണമെന്ന് പറയാൻ തമ്പുരാനെ ഇതിൽ കൂടുതൽ എന്താ പറയാനായിട്ട്? ഇത്രയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങൾക്കൊരു സ്തോത്രമില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ 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 നരക്കപ്പെടുന്നു. വാക്യം അറിയാൻ വയ്യ. നിങ്ങൾ ഇടയ്ക്ക് ഒരു 10 ദിവസക്കാരെ കൊണ്ടിരുത്തണമായിരുന്നു. നിങ്ങൾ കുറച്ച് കടം മേടിക്കണമാർ. അവരെ കൂടെ കൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ ഈ അന്തരീക്ഷം അങ്ങ് മാറിയമാർ. അതുകൊണ്ട് ദൈവത്തിന് സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം. അവൾ മടങ്ങി വന്നു പറഞ്ഞു, ഗുരു, ഞാനാണ് നിന്നെ തൊട്ടത്. ബലഹീനയായി വന്നു, ഇതാ ഞാൻ ബലത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. രോഗിയായി വന്നു, ഇതാ സൗഖ്യത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. ഇന്ന് രാത്രി കർത്താവിൽ ആര് വിശ്വസിക്കും? നിന്റെ വിശ്വാസത്തെ കരനീട്ടുവാനായിട്ട് ആര് തയ്യാറാകും? നീ സൗഖ്യം പ്രാപിക്കാനായിട്ട് പോവുക. ഇതൊക്കെ ഈ വേറെ പുസ്തകത്തിലെ കാര്യമാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിൽ നടന്ന സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ പോവുക. ഒരു പെൺകുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവിടെ പോളിയോ വന്നു. അവിടെ കാലുകളൊക്കെ ശോഷിച്ചു. 2 കാലിൽ ശോഷിച്ചു. വഴിയിലാണ് നടക്കുന്നത്. അവിടെ ഒരിക്കലും ക്രൂസൈഡ് സംബന്ധിച്ചു. അവരോട് തന്നെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. യോഗം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അവിടെ പപ്പായത് പറഞ്ഞു, എനിക്ക് 1 ജോഡി ഷൂസ് മേടിക്കണമെന്ന്. എന്തിനാണ് ഷൂസ്? നിനക്ക് ഷൂസ് ഉണ്ടല്ലോ. അല്ല, അതുപോലെ നല്ല മനോഹരമായ സാധാരണ കാലിൽ ചേരുന്നതായിരിക്കും ഷൂസ് എനിക്ക് മേടിക്കണമെന്ന്. അത് വേണ്ട, അത് ഒരേ ഒരു പായ് ചെലവാണെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് മേടിക്കണം. അവിടെ കയ്യാൻ തുടങ്ങി. ഇവിടെ കരച്ചിൽ കാണുന്ന കരുത്തില്ലാത്ത പിതാവ് ഷൂസ് വിൽക്കുന്നതായി കലയിച്ചു. മനോഹരമായിരിക്കുന്ന 2 ഷൂസുകൾ മേടിച്ചു. വില കുറഞ്ഞ ഷൂസാണ് മേടിച്ചു. അപ്പൊ അവിടെ പറഞ്ഞ് പറ്റിയല്ല, ഇവിടെ ഓരോരേക്കും വില കൂടിയതായിരിക്കുന്ന ഷൂസ് മേടിക്കണം. ഏറ്റവും വില കൂടിയതായിരിക്കുന്ന 2 ഷൂസ് മേടിച്ചു. ഇവിടെ ഷൂസ് മേടിച്ചു പോയ ഷൂസ്, നീ എന്റെ കാലേ കിടക്കും. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഇട്ടുകൊണ്ട് ഞാൻ ഭൂമിയിൽ കൂടെ നടക്കും. അപ്പോൾ അപ്പനും അമ്മയും വിചാരിച്ചു, കാപ്പാർ പോളിയോ വന്ന മെന്ററായി ഭ്രാന്ത് വിളിച്ചല്ലോ. വീട്ടിൽ ചെന്നു. അവിടെ ആവർത്തിച്ച് പറഞ്ഞു, ഷൂസേ, നിന്നെ എന്റെ കാലിൽ ഇട്ടുകൊണ്ട് ഈ മണ്ണിപ്പോൾ നടക്കും. രാത്രിയായി, മണിക്കൂറുകൾ നീങ്ങി. ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു, ഈ ഷൂസ് എന്റെ കാലിൽ ഇട്ടുകൊണ്ട് ഞാൻ ഈ മണ്ണിപ്പോൾ നടക്കും. വെളുപ്പണി 5 മണിയായപ്പോൾ മാതാപിതാക്കൾ കേൾക്കുന്ന വലിയ ശബ്ദം കുതിരക്കുളമ്പുള്ള ശബ്ദമാണ്. അവർ ഓടി വന്ന് നോക്കിയപ്പോൾ ഈ പെൺകുട്ടി ഷൂസിനകത്ത് കാലിട്ടുകൊണ്ട് നൃത്തം ചെയ്യുക. ആ പെൺകുട്ടി കഴിഞ്ഞ 5 വർഷത്തിനപ്പുറത്ത് തിരുവല്ല നവയോജനത്തിൽ 2 കാലം നിറപ്പുറപ്പിച്ച് വഴിയില്ലാതെ ഞാൻ നിങ്ങൾ നടക്കുന്ന പോലെ ആരോഗ്യത്തോടുകൂടി നടന്നു വന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞു. ഇന്ന് രാത്രി
മോഹനൊരു സമ്മാനം. കൂലി താഴ്വരി കൂടി ഞാൻ നടന്നാലും ഒരനർത്ഥവും. കാരണം എന്തുവാ? നീ നീ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ട നീ, ദൈവത്തിന് യോഹന്നാൻ യേശു കർത്താവ്, ദൈവം ആരോടുകൂടാ? അച്ഛാ പപ്പു മതി. ആരോടുകൂടിയാ? എന്നോടുകൂടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവേശം. എന്നാ പഴഞ്ഞി പട്ടണത്തിന്റെ നാടിന് നേരെ കമല് പാസ്സാക്കിയാൽ ആമ്പിള്ളാർ കൊരവിളിക്ക് പിടിക്കും. പിന്നെ കമന്റ് പാസ്സാക്കാൻ പറ്റിയ സ്ഥലം വള്ളിയും പട്ടക്കാരനും ഉപദേശിയുമാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോ കമന്റ് പാസ്സാക്കി. ഒരു വിടുകയും ഉരേശിക്ക് നീന്തോളം അറിയാമോ? ഇദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ ഞാനൊരു വലിയ മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നത്, അവിടെ ആറില്ല കുളമില്ല, എനിക്ക് നീന്തം അറിയാൻ വയ്യാന്ന് പറഞ്ഞു. അയ്യോ ഉരേശിയുടെ കാര്യം നോക്കല്ല, അതെന്താ ഞങ്ങൾ വള്ളം ഇപ്പൊ മുക്കാൻ പോകാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഈ വേറെ ദിവസം ഇങ്ങനെ കൂട്ടിത്തൊഴുതുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ അബദ്ധം കാണിക്കരുത്, എനിക്ക് നീന്തറിയാൻ വയ്യ, ഉടുതുണിക്ക് മറുതുണിയില്ല, ഞാൻ യോഗത്തിന് പോകില്ല, ദൈവത്തെ ഓർത്തന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ പിള്ളേർ സമ്മതിച്ചില്ല. പിള്ളേർ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി 2-3 ഡിസ്കോ കാണിച്ചു, വള്ളം പൊങ്ങും. പിള്ളേരും ഉപദേശിയും കലക്കവെള്ളത്തിനകത്ത്. ഈ നീന്തോളി അറിയാമെന്ന് ചോദിച്ചതായ പയ്യൻ നല്ലതുപോലെ നീന്തറിയാവുന്നവനാണ്. പക്ഷെ നീന്തറിയാൻ വയ്യാത്ത 4 പിള്ളേര് ജീവരക്ഷാർത്ഥ ഉറുമ്പടങ്ങി ഇവനെ കെട്ടിപ്പിടിച്ച് കൈയും കാലും കൂട്ടി. ഇവന് കൈ ഇറക്കാൻ വയ്യാതെ ആ വെള്ളം കുടിച്ച് പള്ള വീർത്ത് ഈ കലക്കവെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോവുക. പാവപ്പെട്ട ഉപദേശി ഒരുപാട് കലക്കവെള്ളം കുടിച്ചു. ഇറക്കി വെള്ളത്തിന് വേണ്ടി പൊങ്ങുമ്പോൾ അദ്ദേഹം കൈ എത്തി പറയും, ഹല്ലേലൂയ. അദ്ദേഹം പ്രാവശ്യം ഹല്ലേലൂയ പറയും. 4ാമത്തെ പ്രാവശ്യം കൈ പൊക്കിയപ്പോൾ എവിടോ കൈ നടന്നു. അവിടെ അങ്ങ് മുറുകെ പിടിച്ചു. നോക്കിയപ്പോൾ വള്ളത്തിന്റെ വക്ക. നീന്തറിയാൻ വയ്യാലോ, ഈ വള്ളം ഒഴുകുന്നിടത്തോട് ഒഴുകുക. ആ കലക്കവെള്ളം അകത്തും പുറത്തും പോകണം. ഇവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ദൈവ സാന്നിധ്യം അനുഭവിച്ചു. തന്നോടുകൂടിയുള്ള ദൈവത്തിന്റെ മഹത്വം കണ്ട് അതേ അവിടെ കിടന്നുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി. ആ പാട്ടാണ്, ഈ വാരിതിയും വന്തിരയും തള്ളേലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിതിയും വാഴും ഞാനും രക്ഷിതാവിൻ രൂപയിൽ. അതേ പാടി പാട്ടെന്തുവാ? യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. ഇപ്പൊ ഓരോരുത്തരും പാട്ടുണ്ടാക്കാൻ ഇങ്ങനെ അവിടുത്തെ കർത്താവെ ശബ്ദം തിരിച്ചറിഞ്ഞ് നിന്നെ അനുഗമിപ്പാനായി രാത്രികാലങ്ങളിലെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനായി കർത്താവെ നീ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചവനായ കർത്താവെ, രാശിയുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും തകർന്നുപോയ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ മധ്യത്തിലും കർത്താവെ ഞങ്ങൾ ശക്തി അനുഭവിച്ച
ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആരാ ഇപ്പോൾ ഞാൻ വായിച്ചു തോമസ് അപ്പോസ്തലൻ, കണ്ടുടനെ വിശ്വസിക്കുന്നവൻ അവിശ്വാസി, കണ്ടിട്ടും വിശ്വസിക്കാത്തവൻ വിശ്വാസി. അതൊക്കെ നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞാൽ, നിങ്ങളോട് ഞാൻ ചോദിച്ചു തോമസ് ആര്, നിങ്ങൾ പറഞ്ഞ അവിശ്വാസിയാണ്. അതിന്റെ കാര്യം എന്നാ? അവിശ്വാസിയാണ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്നാ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ അവരോടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആരും ശരിയായിട്ട് വിശ്വസിച്ചിരുന്നു. ഈ കാര്യം സ്വല്പമെങ്കിലും വിശ്വസിച്ച ഒരാളെ ഉണ്ടായിരുന്നു. അതാരാ? തോമസ് അപ്പോസ്തലനല്ല. അപ്പോസ്തലൻ കണ്ടപ്പോഴേ വിശ്വസിച്ചു അല്ലേ? അന്ന് വൈകിട്ട് പീലാത്തോസിന്റെ അരികത്ത് എന്ത് പറഞ്ഞു? യജമാനനെ, അവൻ ജീവിച്ചിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞത് പലതും സംഭവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റാൽ ഒടുവിലത്തെ ചരിവ് ആദ്യത്തേതിലും വലുതായി. അതുകൊണ്ട് ഇവൻ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കിക്കൊള്ളു. മറ്റാരും തന്നെ വിശ്വസിച്ചില്ല, സംശയിച്ചു പോലും. ഇവരെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താനായിട്ട് യേശുക്രിസ്തുവിന് വളരെയധികം പ്രയാസം നേരിട്ടു. സമ്മർദ്ദത്തിലാണ് ഈ ശിഷ്യന്മാർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചു. ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ ഇരിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒരു വാക്സമരം ഉണ്ടായാൽ ആര് ജയിക്കും? ആര് ജയിക്കും? നിങ്ങൾ സ്ത്രീകൾ ജയിക്കും. ആ പുരുഷന്മാരെ നിങ്ങൾക്ക് ധൈര്യം. എന്നാൽ നിങ്ങളും ഒരു പുരുഷനും കൂടെ നടന്ന വഴിയെ പോകും, ഒരു വലിയ പട്ടി ഇങ്ങോട്ട് ഓടി വരും. നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങളുടെ ഭർത്താവിന്റെ ഇപ്പുറത്തോട്ടങ്ങ് മാറിക്കളി. പട്ടി കഴിക്കുകയാണെങ്കിൽ. എന്നാൽ ധൈര്യത്തോടുകൂടെ മുമ്പേ രാവിലെ വീട്ടിൽ വെച്ച് അങ്ങനെ പേടിപ്പിച്ച പുള്ളിയാണ്. അതുകൊണ്ട് ഈ ശവക്കോട്ടയിൽ ചെന്നപ്പോ അവർ പേടിച്ചു പോയി. അപ്പൊ തിരിച്ചു വന്നപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ ഭർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞു. പിന്നെ കണ്ട ഒരാളാണ് പത്രോസ്. പത്രോസ് ആരെന്താ കണ്ടാലും അവൻ കണ്ടെന്ന് പറയും, കണ്ടാലും കണ്ടില്ലേ. ഒരിക്കലും പുറകിരിക്കാൻ ഇഷ്ടമില്ല. എല്ലാം അവിടെ നമ്മളിപ്പോ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നോ, കണ്ടോ അവിടോട്ട് പോകുന്നുണ്ടോ, എയറോപ്ലെയിൻ കണ്ടോ എന്നിങ്ങനെ 3-4 പേര് കണ്ടോ കിഴക്കോട്ട് പോകും. അവനും പറയും അവിടെ നിന്ന് എയറോപ്ലെയിൻ ഒന്നും പോകുന്നില്ല. ഇല്ല പരീക്ഷ നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും ആളുകളാണ്. നമ്മളവിടെ നോക്കിയിരുന്നോട്ട് കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഉടനെ അവനും പറയും കണ്ടു കണ്ടു പറയും. കാര്യം അവര് കണ്ടേ ഞാനും കണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്. എന്നും മകളായിട്ട് മാത്രം നിൽക്കി കല്യാണം കഴിച്ചില്ല. എന്നാൽ ഇത് പോകുമ്പോൾ ഇതാകണമെങ്കിൽ ഇന്ന് അമ്മയും മകളും കൂടെയുള്ള ആ വലിയ ബന്ധം, ആ വലിയ ദർശനത്തോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. ഈ ജൂബിലി വെറും ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ അവസരമായി, ഈ ശതാബ്ദി തിരിഞ്ഞു നോട്ടത്തിന്റെ അവസരമായി തീരാതെ ഒരു പ്രത്യാശയുടെയും ഒരു മുൻപോട്ടുള്ള പോരാട്ടത്തിന്റെയും അവസരമായിട്ട് തീരണം. നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടു. അതിന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു പോകാൻ ഞങ്ങൾ നിസ്കരിക്കുന്നു. അവിടുത്തെ ദാസനായ തോമസ് അപ്പോസ്തലൻ വിശ്വാസത്തിൽ യഥാസ്ഥാനപ്പെടുകയും ബുദ്ധിക്കും യുക്തിക്കും
ധാരണയ്ക്കും അതീതമായിരിക്കുന്നതായ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യതയെ ഉൾക്കൊള്ളുവാൻ ഇടയായതുപോലെ ഞങ്ങൾക്കും നിന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ പ്രസ്ഥാനപ്പെടുത്തുകയും ഞങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായ വിധത്തിൽ ദൈവിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നോട് അനുഗ്രഹമായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. കഴിഞ്ഞ 100 സംവത്സരമായ ഇടവകയായി ഞങ്ങൾക്ക് നൽകിയതായ ധന്യമായ ജീവിതാനുഭവങ്ങൾക്കായി സ്തോത്രം. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളെ കൈക്കുപിടിച്ച് നടത്തിയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ ഞങ്ങൾ പകർന്നു തന്നതാൽ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രി അവരുടെ കരങ്ങളിൽ ഞങ്ങൾ വിശ്രമിക്കട്ടെ. നാളത്തെ ദിവസം നിന്നെ സത്യത്വാത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങളെ ഉണർത്തണമേ, ബലപ്പെടുത്തണമേ. ലോകമെങ്ങോട് ജനം നിന്റെ സന്നിധി തങ്ങളുടെ മുൻകാലങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്കും നിന്റെ സന്നിധിയിൽ അവരോടൊത്ത് മുഴങ്കാലുകളെ മടക്കി നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ തന്നെ ഉൾക്കൊള്ളുവാനും സഹായിക്കണമേ. നമ്മുടെ
ഞങ്ങളെ ആഗ്രഹപ്പെടുത്തി ഈ കുടുംബങ്ങളെ വാഴ്ത്തുകയും ചെയ്യണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള കൃപ നൽകണമേ. സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇതാക്കു വേണ്ടി ഉപയോഗിക്കുന്നവരെ വാഴ്ത്തുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ. ശ്രദ്ധേയമായിരിക്കുന്ന ക്ഷണം എന്നത് ആ വാക്കുകൾ തത്വശാസ്ത്രപരമായിരിക്കുന്ന വാക്കുകളല്ല, ആത്മീയത തൊണ്ടി നിൽക്കുന്നതായ വാക്കുകളല്ല, സാധാരണ ജീവിതത്തിലെ പ്രായോഗികമായിരിക്കുന്ന വാക്കുകൾ മാത്രമാണ്. വന്ന് പ്രാതൽ കഴിഞ്ഞുകൊള്ളുക, കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് കടൽക്കരയില് ഇന്നോടുള്ള രാത്രി സമയം ശിശു സമൂഹം കേട്ടതായ ഒരു ക്ഷണമാകുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷവാദം വളരെ വ്യക്തമായിട്ടുണ്ട്. കർത്തൃദർശനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാമീപ്യത്തിലൂടെ ഹൃദയത്തിന്റെ സംശയങ്ങൾ മാറുകയും കണ്ണിൽ നിന്ന് കണ്ണുനീര് തുറക്കുകയും ചെയ്തു. വിഭ്രാന്തിയില് ഭയത്തില് സംശയങ്ങളില് അവർ ഒടുങ്ങിപ്പോയി. സന്ധ്യ വരെ ഒരു വിധത്തിൽ പിടിച്ചു നിന്നു. സന്ധ്യയായപ്പോൾ 10 ആളുകൾ മുറികളിൽ കയറി കഥകും ജനലും അടച്ച് ഇരിപ്പായി. കഴിഞ്ഞ ആഴ്ച ഭാഗങ്ങളും ക്ഷീണങ്ങളും പരാജയങ്ങളും കോട്ടകളും ഒന്നുമില്ലായ്മയുമായി ദൈവസന്നിധിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്തൃനെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് മാത്രമാകുന്നു. വന്ന് പ്രഭാതകൃഷ്ണൻ കഴിച്ചുകൊണ്ട് പ്രഭാതകൃഷ്ണനോട് നിന്ന് വചനത്തിന്റെ ശുശ്രൂഷയിലൂടെയും ഉദാശിയുടെ പങ്കുകളിലൂടെയും ഞാൻ പ്രഭാതകൃഷ്ണൻ കഴിച്ച ക്ഷീണം മാറി, തളർച്ച മാറി, പുതുജീവൻ പ്രാപിച്ച് ദേവാലയം തുടങ്ങുമ്പോൾ ഞാൻ മുമ്പിൽ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ അധ്വാനമല്ല, പുതിയ ആഴ്ചയുടെ സാധ്യതയാണ്. ആ സാധ്യതകളിലേക്ക് ദൈവം തന്നാൽ ബുദ്ധിശക്തിയോടെ ഇറങ്ങി എന്റെ അനുഭവ വിജയപ്രദത്തെക്കാളും എന്റെ പരിചയപ്പെടുന്നതിനേക്കാളും എന്റെ പരിചയപ്പെടുന്നതിനേക്കാളും ഉപരിയായി കർത്താവിന്റെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് മുൻപോട്ട് പോയി ദൈവം അവനോട് പരിചയമായിരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അവിടുന്ന് ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചതോർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം തിരിച്ചറിയുവാൻ തക്കവണ്ണം അതിൽ പ്രകാരം ജീവിപ്പാൻ നാളെ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. കൈക്കൊള്ളപ്പെടുവാനായി നമ്മോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീൻ.
നിങ്ങളെല്ലാവരോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കട്ടെ. സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. മന്ത്രിമാർക്കും പാർലമെന്റ് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധി നിവാസികളുടെ നോട്ടത്തിൻ കീഴവരെ നടത്തണമേ. നമുക്ക് വാത്സല്യമുള്ളവര് നിങ്ങളെല്ലാവരോടും കൂടെയും ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടിയല്ലാത്തതും സ്വയംഭുവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേറെത്തുള്ളതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരും നിങ്ങളെല്ലാവരോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരും ഇതിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ ഏവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ശരീരവും ദുരിതവും ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിനായി ഞങ്ങൾ ഓരോരുത്തർക്കും നൽകപ്പെടുന്നു.
കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചെന്നുള്ള ഓർമ്മയ്ക്കായി സ്വത്രത്തോടുകൂടെ ഇതിനെ കൈക്കൊള്ളുക. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ നാം നിൽക്കുന്ന അപ്പം? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? പലരായ നാം ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചിരിക്കുകയാൽ ഏക ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ സ്ഥാനം കഴിക്കും. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെ അവൻ്റെ രക്തം കുടിക്കാതെ വരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും കൂട്ടാളിക്കാരിൽ പറഞ്ഞു.
2 ബിഷപ്പന്മാരെ ഉണ്ടായിരുന്നു. 2 വലിയ പുള്ളികളാണ്. നീളവും മണ്ണും എല്ലാം ഉള്ള എന്നാ ഞങ്ങളുടെ ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് അത്ഭുതം പോയി. ഇങ്ങനെ അവരുടെ ആഴ്ചയും കണ്ടിട്ടില്ല. ഒരു വയസ്സൻ തിരുമേനി ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാണ്? ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് വേറെ അങ്ങോട്ടൊന്ന് വന്നാണെന്ന് ആ തിരുമേനി വിചാരിച്ച എന്നൊക്കെ പറയണം കേട്ടോ. ആ തിരുമേനിക്ക് അങ്ങ് വലിയ സന്തോഷം. എന്നാ സന്തോഷം അങ്ങ് പറഞ്ഞു. എങ്ങനെയാ പറ അവിടെ തന്നെ എങ്ങനെ പറയും? ആ തിരുമേനിക്ക് അങ്ങ് അങ്ങനെയാണോ? വലിയ സന്തോഷം അങ്ങനെ പറ. ആ ഇങ്ങനെയാണ് സന്തോഷം. പറയണം എല്ലാരും മേലും കൊണ്ടുവന്ന തിരുമേനിമാർക്ക് ഞങ്ങൾക്ക് ഉള്ളൊരു തൊപ്പി മറ്റേ എന്നൊക്കെ പറയണം കേട്ടോ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്ന ഓർത്തിനെ സ്തുതിക്കുകയും തിരുനാമത്തിനായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഇതിനെ മഹത്വപ്പെടുത്തുവാനും ചെയ്യാറുണ്ട്. അവർക്ക് തന്നെ നാമത്തിനുള്ള യാതനകളൊക്കെ തിരുനാമത്തിൽ തന്നെ ഇതുപോലെയുള്ള അച്ഛനും വിചാരിക്കുന്നത്.
സപ്തതി ആഘോഷം വടക്കാഞ്ചേരിയിൽ വെച്ചിട്ട് കെട്ടിടം പണിയുന്നുണ്ട്. മീറ്റിംഗ് മാറ്റി വെച്ചു കാണാം. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ഞങ്ങളുടെ പിതാക്കന്മാരുടെയുമേ സ്വർഗീയ വായുകൾക്ക് അനുഗ്രഹീതരായത് ജീവിതത്തിലെ ബലഹീനരായി ഞങ്ങളെ കണ്ടെത്തപ്പെടുന്നതിനായിട്ട് അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കടന്നു വരുന്നതാകുന്ന അവസരത്തില് അനുഗ്രഹത്തിന് വിധേയരായിട്ട് ഞങ്ങൾ കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശതാബ്ദി ആഘോഷിക്കുന്നതാകുന്ന ഞങ്ങളുടെ പള്ളിയെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലത്ത് അനേക പ്രിയപ്പെട്ടവര് ജീവിതത്തിലെ സത്യവാദത്തെ അറിഞ്ഞുകൊണ്ട് കർത്താവേ സുവിശേഷത്തിന്റെ വെളിച്ചത്തെ പ്രദേശത്ത് ചോദിപ്പാൻ നീ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നില്ലല്ലോ കർത്താവേ, എങ്കിലും അവരുടെ പിതാക്കന്മാർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ സുവിശേഷത്തിന്റെ വെളിപ്പെട്ടുള്ളതാകുന്ന അടിസ്ഥാനത്തിനെ സ്ഥാപിച്ചിട്ടുള്ളതാകുന്ന മഹനീയമായ ആലയം ഇന്നും കർത്താവേ നാമത്തിന്റെ മഹിമ തേടി ശോഭിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിന്റെ മക്കളായി ഞങ്ങൾക്കത് സന്തോഷത്തോടെ ഓർക്കുന്നതിനായിട്ട് ഈ ദിവസത്തിൽ ശതാബ്ദി ആഘോഷിക്കുന്നതിനായിട്ട് അടിയങ്ങൾക്ക് തന്നിട്ടുള്ളതായ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മെയ് മാസം 5-ാം തീയതി ഈ വേദിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കഴിഞ്ഞ മാർത്തോമാ ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം
ഏപ്രിൽ 13 നടത്തുവാൻ തക്കവണ്ണം സഹായിച്ച ദൈവകൃപയെ ഈ സദസ്സിന് മുമ്പാകെ നന്ദിയോടെ ഓർക്കുന്നു. ധൈര്യം, വിശ്വാസം, അർപ്പണം ഇവ കൈമുതലായിട്ടുള്ള 18 പേർ 100 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചതിൻ്റെ പരിണിത ഫലമത്രേ ഇന്നത്തെ ഈ മാർത്തോമാ ഇടവക. ഒരു 19-ാം നൂറ്റാണ്ടിൽ മലങ്കരയിലാകെ നവീകരണത്തിൻ്റെ അലയടികൾ ഉണ്ടായപ്പോൾ അതിനോട് ചേർന്ന് പഴഞ്ഞി പ്രദേശത്തും കുന്നംകുളത്തും നവീകരണത്തിൻ്റെ ചേതന ഉയർത്തുന്നതിനു വേണ്ടി ശ്രമിച്ച അനേക ആളുകളുണ്ട്. ആ നവീകരണ ഭാഗത്ത് നിൽക്കുവാൻ തീരുമാനിച്ചതായിട്ടുള്ള 18 പേരുടെ സംഭാവനയത്രേ ഈ മാർത്തോമാ ഇടവക. ഇന്ന് 260 വീടുകളും 1500-ലധികം അംഗങ്ങളുമുള്ള ഒരു ദൈവജനത്തിൻ്റെ കൂട്ടായ്മയായി ഇത് വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഒരു കാലത്ത് സുവിശേഷ വേലയ്ക്കും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആവോളം കർത്താവിൻ്റെ നിയോഗം ചുമലിലേറ്റി പ്രവർത്തിപ്പാനായിട്ടുള്ള സന്മനസ്സും ബലഹീനതയോടെയെങ്കിലും ഈ ഇടവക ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നു. സമീപ പ്രദേശങ്ങളിൽ പോയി സുവിശേഷ വേല നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ പഴഞ്ഞി പ്രദേശത്തിന് ചുറ്റും അനേക സൺഡേ സ്കൂളുകൾ നടത്തുന്നതിനും മറ്റ് ഉത്സവങ്ങൾ, പൂരങ്ങളിലോട് ചേർന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല അറിയിക്കുന്നതിനും ഈ ഇടവക വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് സാമ്പത്തിക പരാധീനതയും മറ്റ് അനേക പ്രാരാബ്ദങ്ങളും പരാധീനതകളും ഈ ഇടവകയ്ക്കുണ്ടായിരുന്നുവെങ്കിലും വിശ്വാസത്തിൽ തികഞ്ഞവരായി ദൈവശബ്ദത്തെ ഇറങ്ങിത്തിരിച്ചവർ ഒന്നും തന്നെ ഭയപ്പെട്ടുന്നതിനോ പുറകോട്ട് പോകുന്നതിനോ ഇടയാകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ വർഷങ്ങൾ അത്രയും ഇടവക നിലനിൽക്കുവാനായിട്ട് സഹായിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ ജനം ദേശത്തെ പാർത്ത് വിശ്വസ്തത ആചരിപ്പാനും ദൈവസ്നേഹത്തിന് ആവോളം സാക്ഷ്യം വഹിപ്പാനും ക്രൂശിൻ്റെ മാർഗത്തിലൂടെ ഈ സുവാർത്തയ്ക്ക് പ്രചരണം നൽകുവാനും ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ ഇടവക അതിലെ കുറച്ചെങ്കിലും പ്രവർത്തിപ്പാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കും. ഇപ്പോൾ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തിൻ്റെ കൃപകളെ നന്ദിയോടെ ഓർക്കുകയും ഒരു ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്ന ഭാവിയുടെ എല്ലാ വാഗ്ദത്തങ്ങളെ സ്വീകരിപ്പാനായിട്ട് വീണ്ടും തങ്ങളതിനെ അർപ്പിക്കുകയും ചെയ്യുന്ന ധന്യ മുഹൂർത്തം അത്രയത്. 96 മെയ് 5 മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ഈ വേദിയിലെ ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ശതാബ്ദി ആഘോഷങ്ങൾ ഇടവക ആദ്യം ഒരു പ്രാർത്ഥനാ വാരമായിട്ട് എല്ലാ ഭവനങ്ങളിലും അച്ചടിച്ച കലണ്ടർ പ്രകാരം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരാഴ്ച മാറ്റിവെച്ചാണ് ഈ പ്രാർത്ഥന, ഈ ശതാബ്ദി പരിപാടികൾ ആരംഭിച്ചത്. ശതാബ്ദി കൺവെൻഷൻ എന്ന പേരിൽ തിരുവല്ല നവജീവിതോദയം ടീമിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ കൺവെൻഷൻ നടത്തുകയും ഭദ്രാസനം വർഷം തോറും നടത്തി വരുന്ന ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ ലെക്ചേഴ്സ് കഴിഞ്ഞ വർഷം ശതാബ്ദിയുടെ ഒരു ഭാഗമായി ഇവിടുത്തെ ഇടവ മിഷൻ അതിന്റെ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം യുവജനങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യുവജന സമ്മേളനം ജനുവരി 21 ഇവിടെ നടത്തപ്പെട്ടു. തൊഴിയൂർ സഭയുടെ മെത്രാപ്പോലീത്ത തിരുമേനിയും മൂവാറ്റുപുഴ ബിഷപ്പ് തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി, മലബാർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ അലക്സാണ്ടർ കാരിക്കലും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ഭദ്രാസനത്തെ ഏറ്റവും അധികം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഡോക്ടർ മാർ തിരുമേനിയാണ്. രാഘവസ്തോലൻ എന്ന പേരിനെ വളരെ യോഗ്യനായി കർണാടകയിലും മലബാറിലുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ എല്ലാ തലത്തിലും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹത്തോടെ മുമ്പോട്ട് നയിക്കുകയും ചെയ്യുന്ന തിരുവേനി കഴിഞ്ഞ 7 വർഷങ്ങൾ ഈ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവകയ്ക്ക് തിരുവേനിയിൽ ലഭിച്ചതായിട്ടുള്ള നേതൃത്വവും അതോടൊപ്പം നിർദ്ദേശങ്ങളെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഓഗസ്റ്റ് മുതൽ തിരുവേനി വേറൊരു ഭദ്രാസനത്തിലേക്ക് സ്ഥലം മാറി പോകുമ്പോൾ ഇത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു സന്തോഷത്തിന്റെ അവസരം കൂടെ തിരുമേനി ഒന്നിച്ചവരുടെ വിളിക്കുവാൻ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ തിരുമേനി അധ്യക്ഷമായി അനുഗ്രഹിക്കാൻ ലഭിക്കുന്ന ഈ അവസരത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട